രണ്ട് നിലക്കും ഖുർആൻ ശിഫയാണ്. ബാഹ്യാർത്ഥത്തിലുള്ള രോഗങ്ങൾക്കും ആന്തരികാർത്ഥത്തിലുള്ള രോഗങ്ങൾക്കും ഖുർആൻ ശിഫയാണ്. ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ടോ? ഖുർആൻ ശിഫയാണ്. കണ്ണിന്റെ കാഴ്ച കുറയുന്നുണ്ടോ? ഖുർആൻ ശിഫയാണ്. പ്രായാധിക്യം കൊണ്ട് വരുന്ന അസുഖമുണ്ടോ? ഖുർആൻ ശിഫയാണ്. ഏതേത് അസുഖങ്ങൾക്കും ഖുർആനിൽ ശിഫയുണ്ട്. നമ്മളത് പഠിക്കണം, അത് പകർത്തണമെന്ന് മാത്രം. തലവേദനക്ക് ഖുർആൻ മാത്രം ഓതിയിട്ട് തലവേദന മാറ്റിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മളോട് ഉസ്താദേ തലവേദനക്കുള്ള മന്ത്രം ഖുർആനിലോ? ഞങ്ങൾ ഇത്രയും കാലമായിട്ട് കേട്ടിട്ടില്ലല്ലോ എന്നേ നമ്മൾ പറയുള്ളൂ. നമ്മൾ പഠിക്കാത്തോണ്ട്. അല്ലാതെ വേറെന്ത് പറയാ? പല്ലുവേദനക്ക് ഓതേണ്ട ആയത്ത് ഏതാന്ന് വെച്ചാൽ പല്ലുവേദനക്ക് അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? നമ്മൾ ഇതുവരെ കേട്ടില്ലല്ലോ, മദ്രസ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ഖുൽ ഹുവല്ലദീ അൻശാകും. ഒതിവാക്കി തബാറക്കൊന്നുമല്ല, ഖുൽ ഹുവല്ലദീ അൻശാകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തശ്കുറൂൻ. പല്ലുവേദനയുള്ളയിടത്ത് വിരല് വെച്ച് 7 പ്രാവശ്യം ഈ ആയത്ത് ഓതിയാല് പല്ലുവേദനക്ക് ശമനമുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പഠിപ്പിച്ചത്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം.